നമസ്കാരം, ഞാൻ ബൈജു അശോധരൻ. ഞാനിവിടെ ഒരു റിവേറ്റിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റിവേറ്റ് ടൂള് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ നമുക്ക് ഇതിനകത്ത് ഒരു പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തു ഓപ്പണായി. കുറച്ച് റിവേറ്റ് പരമായിട്ടുള്ള സെറ്റിങ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള വീഡിയോസാണ് ഇതിനകത്തുള്ളത്. റിവേറ്റും ഓട്ടോക്യാഡും ബേസ് ചെയ്തിട്ടുള്ള നല്ല ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അത് എഴുതി അറിയിക്കുക. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ പോകുന്നു. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ കുറച്ച് ടെംപ്ലേറ്റ്സുകൾ കാണാം. കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ് ഉണ്ട്, ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ഉണ്ട്, സ്ട്രക്ചറലുണ്ട്, മെക്കാനിക്കലുണ്ട്. ഇപ്പോൾ ഏത് ആർക്കിടെക്ചർ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. സ്ട്രക്ചറലാണെങ്കിൽ സ്ട്രക്ചറൽ, മെക്കാനിക്കൽ ഇലക്ട്രിക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ പരമായിട്ടുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ലെവൽ 1. ഞാൻ ജസ്റ്റ് ഇതിനകത്തൊരു ഇൻട്രൊഡക്ഷനാണ് തരുന്നത്. റിവേറ്റിനെ പറ്റിയുള്ളൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. നമുക്കിവിടെ ഫസ്റ്റ് ഫയൽ എന്ന് പറയുന്ന അതിൽ നമുക്ക് അതിലൂടെ ഓപ്പൺ ആക്കാം. പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഫാമിലികൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ടൈറ്റിൽ ബ്ലോക്സുകൾ, അങ്ങനെ അനോട്ടേഷൻ സിമ്പിൾസ്, ഇതെല്ലാം ഓപ്പൺ ആക്കിയെടുക്കാം. നമുക്ക് ഇതിലൂടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തൂടെ ഓപ്പൺ ആക്കാൻ പറ്റും. ന്യൂ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നമുക്കിതിലൂടെ ഓപ്പൺ ആക്കാം. പിന്നെ ഓപ്പൺ ഫയലിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകൾ, എന്തെങ്കിലുമൊക്കെയുള്ള പ്രോജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് അതിലൂടെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റുകൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് ഡയറക്റ്റ് നമുക്ക് ഇതിലൂടെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ന്യൂ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യാൻ ഫാമിലി വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റും. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ഫാമിലി, ജസ്റ്റ് ഒരു അനോട്ടേഷൻ ഫാമിലിയാണിത്. അത് ഞാൻ ഓപ്പൺ ആക്കുന്നു. ഇതൊരു ഫാമിലിയാണ്, അനോട്ടേഷൻ ഫാമിലിയാണ്. അനോട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ സെറ്റിങ്സുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇതിനകത്ത് കാണിക്കുകയാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഫയൽ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സേവാസ് ചെയ്യുന്ന പ്രൊജക്റ്റ്, ഈ പ്രോജക്റ്റ് സേവാസ് ചെയ്യുന്നത് പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ ചോദിക്കും, ലൊക്കേഷനിൽ സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ PDF CAD ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ടൂളിലൂടെയാണ്. അതിനകത്ത് നമ്മൾ CAD എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, DWF പറ്റും, IFSC, അങ്ങനെ നമുക്ക് ഷെഡ്യൂൾസുകൾ എല്ലാം നമുക്ക് ഇതിനകത്തൂടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പോകണമെങ്കിൽ ഷെഡ്യൂൾസുകൾ നമ്മൾ ഇതിനകത്തൂടെ ഓരോ എന്തിൻ്റെയൊക്കെ ഷെഡ്യൂളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിനകത്തൂടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. IFSC എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, DXF, CAD ഫോർമാറ്റിലുള്ള DWG, DXF അങ്ങനെയുള്ള എല്ലാം നമുക്കിതിനകത്തൂടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നേവേഴ്സ് വർക്ക്, NWC, അതെല്ലാം നമുക്ക് ഈ എക്സ്പോർട്ട് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. പ്രിൻ്റ് എടുക്കുന്നതും പ്രിൻ്റ് പ്രിവ്യൂവും പ്രിൻ്റ് സെറ്റപ്പ്, ഇതെല്ലാം ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ PDF ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ, വീട്ടിൽ നിന്ന് എങ്ങനെ PDF ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ടൂളാണ്. ഓപ്ഷൻ ടൂൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ജനറൽ നമുക്ക് സേവ് സെറ്റ് ചെയ്യാം. എത്ര മിനിറ്റിനുള്ളിൽ ഓട്ടോമാറ്റിക് സേവ് ആവുന്നതിൻ്റെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. പിന്നെ നമ്പർ ഓഫ് ലെസ് ഫ്രീക്വൻറ്റ് ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാം. സാധാരണ നമ്മളിതെല്ലാം ഈ ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത്. പിന്നെ യൂസർ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് അതിനകത്തോടെ നമുക്ക് ഷോർട്ട് കട്ട് കീസൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം മോഡിഫൈ ചെയ്യാം. MD എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ടൈപ്പ് പ്രോപ്പർട്ടിക്ക് നമുക്ക് എന്തെങ്കിലും ഷോർട്ട് ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ചെയ്തിട്ട് ഇപ്പോൾ ടൈപ്പ് പ്രോപ്പർട്ടി അത് നമ്മൾ TY എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത് നമുക്ക് അസൈൻ ചെയ്തിട്ട് അവിടെ ഇടാം. ടൈപ്പ് പ്രോപ്പർട്ടി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതാവും. ഡബിൾ ക്ലിക്ക് ഓപ്ഷൻസ് അത് നമുക്ക്. പിന്നെ ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രാഫിക്സ്, നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളറുകൾ സെലക്ട് ചെയ്യാം. സെലക്ഷന് വേണ്ടി നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ള ഏത് കളേഴ്സാണ് യൂസ് ചെയ്യുന്നുള്ളതും എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാം.
ഓക്കെ. പിന്നെ ഇതാണ് മെയിനായിട്ടുള്ള ഒരു സെറ്റിങ്സ് ചെയ്യുന്ന ഓപ്ഷനിലുള്ള ഒരു സെറ്റിങ്സ്. നമുക്ക് ഇവിടെ ചെയ്ത ഫയൽ ലൊക്കേഷൻസിലൂടെ നമ്മുടെ ഫയൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള എല്ലാം ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതായിരിക്കും. റെൻഡറിങ് പരമായിട്ടുള്ള അത് സാധാരണ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് ഇവിടെ നമുക്ക് സേവ് സെറ്റ് ചെയ്തിടാം. ഗ്രാഫിക്സ് യൂസർ ഇൻ്റർഫേസ് നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റം കീബോർഡ് നമുക്ക് ഷോർട്ട് കട്ടുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഗ്രാഫിക്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇത് വൈറ്റ് ആണ്, അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആവശ്യാനുസരണമായിട്ടുള്ള കളറുകൾ നമുക്ക് ഇതിലൂടെ പോയി ഗ്രാഫിക്സിൽ പോയി കളർ സെലക്ട് ചെയ്തു. നമുക്ക് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സെലക്ട് ചെയ്യാം. വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ പോന്നു. ഓപ്ഷൻസിൽ പോയിട്ട് ഗ്രാഫിക്സിൽ പോകുന്നു. നമ്മുടെ ബ്ലാക്ക് മാറ്റി നമുക്ക് നമ്മുടെ നോർമൽ വൈറ്റ് കളറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് സെലക്ഷൻ ടൂളാണ്. സെലക്ഷൻ നമ്മൾ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടൂളാണത്. ഏത് കളർ വേണോ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇതെടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നമുക്ക് ഒരു ജസ്റ്റ് ഒരു സ്റ്റെയർ നമുക്കിവിടെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയർ വരച്ചു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ബ്ലൂ കളറിലേക്ക് അത് മാറും. അതാണ് അവിടെ ഒരു കാണിച്ചത്. നമ്മൾ ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെയ്ത ഓപ്ഷനിൽ ചെയ്ത ആ കളറായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മളിവിടെ ഇതിനെ സെലക്ട് ചെയ്തു, 3D ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ബ്ലൂ ആയിട്ട് വരുന്നു. അത് നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിന് ഓപ്ഷൻസിൽ പോന്നു. ഓപ്ഷൻസിൽ പോയിട്ട് നമുക്ക് ഗ്രാഫിക്സിനകത്ത് പോകുന്നു. നമുക്ക് ആവശ്യാനുസരണമുള്ള സെലക്ഷൻ കളറുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കളറായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷൻസ് ഇവിടെ വന്നു. ഓപ്ഷൻസ് വന്നു നമുക്കത് ആ കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് നമുക്ക് ഗ്രീൻ മതിയെങ്കിൽ ഗ്രീൻ ആക്കാം. അങ്ങനെ നമുക്ക് ഓപ്ഷനിലൂടെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത കളറുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോകളായിട്ട് വരും. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ അടുത്ത ഓരോരോ ടൂൾസുകളും നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതിനകത്ത് മെയിനായിട്ട് നമ്മളിപ്പം ഇതിനകത്തുള്ള പുതിയ പ്രൊജക്റ്റുകൾ ഓപ്പൺ ആക്കുന്നതും ഫാമിലീസ് ഓപ്പൺ ആക്കുന്നതും എങ്ങനെ ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഇതിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. IFC ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്ത് വെക്കാം. ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു മെയിൻ ടൂളുകൾസ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടൂളുകൾസ് ഇതാണ്. ഇതിനകത്ത് ഓപ്ഷൻസ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യം ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനലുകൾ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.